ഹായ്, എല്ലാവർക്കും ചൂടൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നമുക്കിവിടെ നല്ല ചൂടാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇത്രയും പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് കൊണ്ടാകാം നമുക്ക് ഉള്ളിലൊക്കെ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ നമുക്കിവിടെ ആന്തൂറിയംസാണ് എപ്പോഴും ചൂട് കൂടുമ്പോൾ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാകുന്ന ഒരു പ്ലാന്റ്സാണ് ഫോളേജ് ആന്തൂറിയംസ്. എല്ലാവരുടെയും പ്ലാന്റ്സിൻ്റെ ലീഫ് കരിയുന്നു, പുതിയ ലീഫ് വരുന്നില്ല, ഒരു പച്ചപ്പ് കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. കാരണം ഭയങ്കര കോസ്റ്റ്ലി പ്ലാന്റ് അല്ലേ, അത്രയും റേറ്റ് കൊടുത്ത് മേടിച്ച് വയ്ക്കുമ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ആകുമ്പോഴത്തേന് പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും എല്ലാവർക്കും. പക്ഷേ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഒരു പൊസിഷൻ്റെ ആണെന്ന് തോന്നുന്നു. പക്ഷേ എല്ലാം നല്ല ഭയങ്കര തണുപ്പ് പറ്റി ഇങ്ങനെ നല്ല സുന്ദരി കുട്ടികളായിട്ടിരിക്കുവാണ്. പിന്നെ കൂടുതലും നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ഫേൺസ് കണ്ടില്ലേ, നമ്മുടെ ഫേൺസൊക്കെ ഇങ്ങനെ ലീഫ് ഒക്കെ നല്ല പഴുക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ഒരു ഷെയ്ഡൊന്നും കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. പിന്നെ ബിഗോണിയാസിനൊക്കെ ഭയങ്കര പ്രശ്നം വരുന്ന സമയമാണ് ചൂട് കൂടുമ്പം. കണ്ടില്ലേ, നമ്മുടെ ബിഗോണിയാസൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുവാണ്, നല്ല സൂപ്പറായിട്ട്. കാരണം ഈ ഒരു ഹട്ടിൻ്റെ അടിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തണുപ്പ് പറ്റി ഇങ്ങനെ നല്ല രീതിയിൽ വളരുന്നുണ്ട്. പിന്നെ ഫോളേജിൽ വരുന്ന പ്ലാന്റ്സുകളൊക്കെ ഉണ്ടല്ലോ, ഫേൺസ്, ഫിലോസ്, മോൺസ്ട്രാസ്. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. ലീഫുകൾക്കൊക്കെ കരിച്ചിലുണ്ടാകാം. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ആ ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാം ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി ഇടാൻ മറക്കണ്ട. താങ്ക്